ഈ വീഡിയോയിൽ റോട്ടക്കിൻ്റെ പ്ലാൻ ഗ്രോ ചേമ്പറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും സ്റ്റെബിലൈസറിനൊപ്പം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഡോറുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡോറുകളിലാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ഈസിയർ ഓപ്പറേഷനും ഹാൻഡിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഡോറ് കൊടുത്തിട്ട് അതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ തുറന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെഷീൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ വാട്ടർ ലെവൽ ലോ എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കും, അലാം വർക്ക് ചെയ്യും. മെഷീൻ്റെ ഉള്ളിലെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഡ്രോപ്പ് പോലെ വെള്ളം കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഇത് മെഷീൻ്റെ ഒപ്പം സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ പ്ലാൻ ഗ്രോ ചേമ്പർ UV ലൈറ്റും കൂടി ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് UVയുടെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. അപ്പോൾ ഇത് ഈ ഫ്രണ്ട് ഡോർ ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ UV വർക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ UV ഓൺ ആക്കുകയാണ്. ഇപ്പോൾ UV വർക്കാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ഈ സൈഡ് ഡോറിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UV അകത്ത് ലൈറ്റ് ഓൺ ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആണെങ്കിൽ UV ലൈറ്റ് വർക്കാവില്ല. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെഷീൻ ഈ ഒരു സൈഡിലെ സ്വിച്ചിൽ ഓണാക്കുക. ഓണാക്കി കഴിയുമ്പോൾ ഇവിടെ കൺട്രോളറിൽ ഓണായി ബൂട്ടപ്പായി വരുന്നത് കാണാം. അപ്പോൾ കൺട്രോളർ ബൂട്ടപ്പായി. അതുപോലെ നമുക്കിപ്പോൾ നിലവിൽ മെഷീൻ്റെ അകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ മെഷീൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് എന്നുള്ളത് പ്രസ് ചെയ്തത് ഓഫാക്കി. ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പാണ്. അപ്പോൾ അതുപോലെ ഇവിടെ സൈഡിൽ നമുക്ക് ലൈറ്റ്സ് കാണാം. അപ്പോൾ ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേഷനാണ് എത്ര ലൈറ്റുകൾ ഓണാണ് ഓഫാണെന്നുള്ള ഇൻഡിക്കേഷനാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാണിക്കുന്നുണ്ട്. PV എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രോസസ് വാല്യൂ ആണ്, അതല്ലെങ്കിൽ ചേമ്പറിൻ്റെ അകത്തുള്ള വാല്യൂ ആണ്. 28.5 ആണ് നിലവിൽ ചേമ്പറിൻ്റെ അകത്തുള്ള വാല്യൂ. അതുപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 81 ആണ്. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ നിലവിൽ കാണിക്കുന്നത് 35 and 70 വിച്ച് ഈസ് SV. അതുപോലെ ഇവിടെ സൈഡിൽ ഹീറ്റർ ഓഫ് എന്നുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്, കൂളിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, ഹ്യൂമിഡിറ്റിയുടെ ഇൻഡിക്കേഷൻ ഉണ്ട്, ബസറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, ഡോറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, വാട്ടർ ലെവലിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻഡിക്കേഷനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റർ ഓൺ ആവുന്ന സമയത്ത് അത് ഓണാവും, ഇവിടെ ഓണെന്ന് കാണിക്കും. അതുപോലെ നമുക്കിവിടെ ടൈമും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റും കാണിക്കുന്നുണ്ട്. ഈ ഒരു മെഷീനിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ടൈമിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇത് പ്ലാൻ ഗ്രോത്ത് ചേമ്പറാണ്, ഒരു റിയൽ വേൾഡ് സിമുലേഷനാണ്. നിലവിലെ പുറത്തുള്ള ടൈമും ടെമ്പറേച്ചറും അനുസരിച്ച് പ്ലാൻ്റെ ഉള്ളിൽ ഗ്രോ ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് സിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ടൈം എന്ന് പറഞ്ഞ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ പോവുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. 12365 ആണ് സെറ്റിങ്സ് പാസ്വേഡ്. അപ്പോൾ 2 തവണ പാസ്വേഡ്, ഒരു തവണ പാസ്വേഡ് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അവിടെ പോകണം, അപ്പോഴാണ് അത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നിലവിൽ വച്ചിരിക്കുന്ന വാല്യൂ സെറ്റ് വാല്യൂ 35, ഹ്യൂമിഡിറ്റി 70 ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ അലാം ലോ അലാം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 35ൻ്റെ മുകളിലേക്ക് വേരിയേഷൻ വരികയാണെങ്കിൽ 35 ഡിഗ്രിയുടെ അടുത്ത് മുകളിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ഹൈ അലാം ഓണാവും. അതുപോലെ തന്നെ ലോ അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഗ്രി ടെമ്പറേച്ചറിന് താഴെ പോയി കഴിഞ്ഞാൽ ലോ അലാം ഓണാവും. അപ്പോൾ അങ്ങനെ വേരിയേഷൻ അനുസരിച്ച് അലാം ഓഫാവും ഓണാവും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ 35 ആണ് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു 25 ഡിഗ്രീസ് കൊടുക്കാം. അതുപോലെ ഹ്യൂമിഡിറ്റി എന്നുള്ളത് ഒരു 65 ഡിഗ്രീസ് കൊടുക്കാം. അപ്പോൾ ആ 2 വാല്യൂം അവിടെ ഫീഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും ഹോം ബട്ടൺ എന്ന് പറയുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഹോമിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂസ് 25ഉം 65 ഇവിടെ SV എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെഷീൻ ഓൺ ആക്കണമെങ്കിൽ ഈ സ്റ്റോപ്പ് എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മെഷീൻ ഇപ്പോൾ നിലവിൽ ഫങ്ഷനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂളിംഗ് ഓൺ ആണെന്നുള്ളത് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെഷീനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് ലൈറ്റ് കൺട്രോൾ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാം, ടൈം നിലവിലെ കൺട്രോളറുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19:10 അല്ലെങ്കിൽ 7:10 രാത്രിയാണ്.
അപ്പോൾ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിങ്ങിലേക്ക് വീണ്ടും പോവുകയാണ്. അതിനുശേഷം ഈ സെറ്റിങ്സ് രണ്ടാമത്തെ ഉള്ള ഈ സൈഡിലുള്ള ഈ സെറ്റിങ്സിൽ പോകുന്നു, വീണ്ടും പാസ്വേഡ് അടിക്കുന്നു. ഇതിനകത്ത് നമ്മൾ 2-3 തവണ പാസ്വേഡ് അടിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം സെറ്റിങ്സ് ഒന്ന് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ സെറ്റിങ്സിൽ പോകുന്നു. അതിനുശേഷം ഈ ലൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നു. ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ വീണ്ടും പാസ്വേഡ് കൊടുക്കണം. വീണ്ടും നമ്മൾ ലൈറ്റ് സെറ്റിങ്സ് എടുക്കണം. ഇപ്പോൾ നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിലവിൽ ഇതിനകത്ത് വച്ചിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓൺ ടൈം, ഓഫ് ടൈം. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് ഓൺ ടൈം, റൈറ്റ് സൈഡിലുള്ള ഓഫ് ടൈമാണ്. അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മാനുവലി ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ മാനുവൽ ഫങ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ എനിക്ക് മാനുവലി തന്നെ ഓൺ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മുകളിലത്തെ 2 ലൈറ്റ് ഓൾറെഡി ഓൺ ആയിരുന്നു. ഇപ്പോൾ ബാക്കി ലൈറ്റുകൾ ഞാൻ ഓൺ ആക്കി. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലി ഈ ലൈറ്റ്സ് ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. 4 ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ മാനുവലി ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാനുവലി ഓഫ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മാനുവലി ഓഫായപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റുകൾ ഇപ്പോൾ ഓണാണ്. മാനുവലി ഓഫാക്കിയപ്പോൾ പോലും 2 ലൈറ്റുകൾ ഓണാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വച്ചിട്ടുള്ള ടൈമിംഗാണ്. അപ്പോൾ 6:30 ഓണായിട്ട് 7:55 ഓഫാവുന്ന രീതിയിലാണ് ഞാൻ സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ലൈറ്റ് 6:40 ഓണായിട്ട് 8:50 ഓഫാവുന്ന രീതിയിലാണ് സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ടൈമിലാണ് വച്ച് കൊടുക്കുന്നത് എന്നുള്ളത് പോലെ ഇരിക്കും ഈ ഒരു ലൈറ്റ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും. അപ്പോൾ കസ്റ്റമറിന് എങ്ങനെയാണ് വേണ്ടത്? ഇപ്പോൾ ഒരു ലൈറ്റ് ഇപ്പോൾ രാവിലത്തെ സമയമാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് മതിയല്ലോ രാവിലെ ഓൺ ആക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രാവിലെ 6:30 വെളിച്ചം വന്നു. ആ ലൈറ്റ് ഒരു 8 മണി വരെ ആ ലൈറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നിലവിലറിയാൻ നേരത്തെ ഉണ്ടായിരുന്ന സെറ്റിങ്സ് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് ഓഫായി. അതുപോലെ അടുത്ത ലൈറ്റ് ഇതുപോലെ തന്നെ 8 മണിക്ക് ഓണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ആ ലൈറ്റ് പറയുന്ന പോലെ 12 മണി വരെ ആ ലൈറ്റ് ഓണായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ലൈറ്റിങ്ങും എന്ത് അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യാൻ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഓരോ ലൈറ്റിങ്ങും നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് മാനുവലി ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മാനുവലി ഇപ്പോൾ എല്ലാ ലൈറ്റും ഓഫായി. നമുക്ക് ഈ പറയുന്ന പോലെ മാനുവലി ഓഫാക്കാനും ഓണാക്കാനും ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലോക്ക് ടൈം ഈ കൺട്രോളറിലെ ക്ലോക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് ഈ ലൈറ്റുകൾ ഓണാവുകയും ഓഫാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോളറിലെ സെറ്റിങ് നമ്മളെപ്പോഴും ശ്രദ്ധയോടെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. കൺട്രോളറിലെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ വച്ചിരിക്കുന്ന ലൈറ്റിങ്ങിന് ടൈമും എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ മെഷീൻ്റെ അകത്തുള്ള ലൈറ്റിങ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സമയമായി കഴിയുമ്പോൾ ഈ കൺട്രോളർ ഓൺ ആണെങ്കിൽ, അതായത് മെഷീൻ ഓൺ ആണെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ 8 മണിക്ക് ഓണായിട്ട് 12:50 വരെ ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുള്ള ലൈറ്റിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇതിനകത്തുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ കൂളിംഗ് ഓണാണ്, അപ്പോൾ കൂളിംഗ് കാണാം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഓണാവും ഓഫാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂവിന് അടുത്തേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണും ഓഫും ആയി അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ബസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഡോറ് സേഫാണ്. ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോർ ഓപ്പൺ ആയി എന്നുള്ള അലാം അടിയും. അപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ബസർ വരുന്ന സമയത്ത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവും. അതുപോലെ തന്നെ ലാമ്പ് അകത്ത് ഓണാക്കണമെങ്കിൽ ഈ ഒരു ബട്ടണിലേക്ക് കഴിഞ്ഞാൽ അകത്തുള്ള ലാമ്പ് ഓണാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് USB-യിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ USB-യുടെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പെൻ ഡ്രൈവ് ഇവിടെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫങ്ഷനാണ്.
ഇപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു സംഗതി നമുക്കിത് ഓട്ടോമേറ്റഡായിട്ട് ഇതിനകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പ്രൊഫൈൽ ഫങ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക, വീണ്ടും നമ്മുടെ പാസ്വേഡ് അടിക്കുക 1 2 3 6 5 4, വീണ്ടും സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം ഈ പ്രൊഫൈൽ സെറ്റിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടതാണ്. വീണ്ടും 1 2 3 6 5 4 എന്നുള്ള ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കാണ്. 6 5 4 എന്നുള്ളത് പ്രസ് ചെയ്യുക, പ്രൊഫൈൽ സെറ്റിങ്ങിൽ പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെനുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നത് പ്രോഗ്രാംസാണ്. 1 2 3 4 5 എന്ന് പറയുന്ന 5 പ്രോഗ്രാം വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രോഗ്രാം റിപ്പീറ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ 5 പ്രോഗ്രാമുകളും വേണം എന്നുണ്ടെങ്കിൽ 1 to 5 എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തെ പ്രോഗ്രാമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിപ്പീറ്റ് സൈക്കിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഡാറ്റയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനാദ്യം പ്രോഗ്രാം 1 എന്നുള്ള ഓപ്ഷനിൽ പോവുക, അവിടെ പോയിട്ട് വീണ്ടും പാസ്വേഡ് അടിക്കണം. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാസ്വേഡ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിൽ പോകുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു രീതി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ ടെമ്പറേച്ചർ 25 ഡിഗ്രി ആയിരിക്കും, ഹ്യൂമിഡിറ്റി 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ അത് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഹോൾഡ് ചെയ്യും. അതിനുശേഷം ആ ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി കൂടും, 27 ഡിഗ്രി ആവും. അതൊരു 65 ഡിഗ്രി ഹ്യൂമിഡിറ്റിയിൽ അത് ആവും. അതുപോലെ തന്നെ റാമ്പ് വാല്യൂ എന്ന് പറയുന്നത് 2 ഡിഗ്രീസാണ്. അപ്പോൾ 25 നിന്ന് 27ലേക്കാണ് പോയത്. അപ്പോൾ 2 എന്നുള്ള വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്നുള്ളതാണ് ഈ റാമ്പ് ടൈം കൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എത്ര സമയം കൊണ്ട് കസ്റ്റമറിന് എത്തണം ആ ഒരു ടെമ്പറേച്ചർ എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുക. അതുപോലെ അത് എത്ര നേരം അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റർ ചെയ്യാനായിട്ട് വെറുതെ അത് പ്രസ് ചെയ്യുക, നമുക്കിങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ 28 ആക്കി, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്നുള്ളത് 70 ആക്കി. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ 25 എന്നുള്ളത് 28 ആയതുകൊണ്ട് തന്നെ നമ്മളത് വാല്യൂ 3 ആക്കുകയാണ് ഇവിടെ റാമ്പ് ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം 25 എന്ന് കൊടുത്ത് ഇവിടെ റാമ്പ് ഡിഗ്രി സെൽഷ്യസ് കൃത്യമായിട്ട് മാറ്റിയില്ലെങ്കിൽ ഈ കൺട്രോളർ മാൽ ഫങ്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഡിഫറൻസ് ആയിരിക്കണം ഇവിടെ കൃത്യമായിട്ട് ഫീഡ് ചെയ്യേണ്ടത്. അതുപോലെ എത്ര സമയം കൊണ്ടാവും എന്നുള്ളത് ഞാനൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഞാനൊരു 30 മിനിറ്റ്സ് കൊടുത്തു. അപ്പോൾ അതവിടെ 30 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര നേരം അത് ഹോൾഡ് ചെയ്യും, അത് 60 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ് ടു ഒരു 30 ഫങ്ഷൻസ് വരെ നമുക്ക്, അല്ലെങ്കിൽ 30 സെറ്റിങ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും എവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഇപ്പോൾ കസ്റ്റമറിന് ആവശ്യം രാവിലത്തെ ടെമ്പറേച്ചർ ആവശ്യമില്ല, 25 ആവശ്യമില്ല. അപ്പോൾ 28 അല്ലെങ്കിൽ 30 സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് 3 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും എൻഡ് ചെയ്യണം. അപ്പോൾ എൻഡിങ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. എൻഡിങ് ഇപ്പോൾ വേണമെങ്കിൽ 5 എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിനിയിപ്പോൾ കൊടുക്കാൻ പോകുന്നത് 1 to 3 എൻഡ് ചെയ്യുന്ന രീതിയിൽ, 1 സ്റ്റാർട്ട് ചെയ്തിട്ട് 3 എൻഡ് ചെയ്യുന്ന രീതിയിൽ 3 എൻഡ് ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1 എന്നുള്ള സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം 3 എന്നുള്ള സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കിലേക്ക് പോവുക, ബാക്ക് മെനുവിലേക്ക് പോവുക. അതിനുശേഷം ഈ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, അതാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഓൺ ആക്കാനുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഈ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം ബാക്ക് പോയി നമ്മൾ ഹോം പോയതിന് ശേഷം നമ്മൾ മെഷീൻ സൈഡിലൊന്ന് ഓഫാക്കി വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ സെറ്റിങ്സ് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഓഫാക്കി ഓൺ ആക്കുകയാണ്. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത, നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ വാല്യൂ, ആ വാല്യൂസ് ഇതിനകത്തേക്ക് ഫീഡ് ആവുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, ഈ ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പ്രൊഫൈൽ അല്ലെങ്കിൽ ആ ഒരു റാമ്പ് ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണത്. അതുപോലെ ഈ ഒരു ഇൻഫോ എന്ന് പറഞ്ഞ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ നിലവിൽ വച്ചിരിക്കുന്നത് 25 ഡിഗ്രി റാമ്പിങ്, 25 ഡിഗ്രി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ 60 ഹ്യൂമിഡിറ്റിയിലാണ്. അപ്പോൾ അതുപോലെ ഹോൾഡ് ടൈം എന്ന് വെച്ചിരിക്കുന്നത് 120 മിനിറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ 2 ഓപ്ഷൻസ്, ഇത് റാമ്പിലാണോ ഹോൾഡിലാണോ എന്ന് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റാമ്പിലാണെങ്കിൽ അത് പച്ച കളറിലായിരിക്കും, അതുപോലെ തന്നെ ഹോൾഡിലാണ് അല്ലെങ്കിൽ അത് ഈ ഒരു റെഡ് എന്നുള്ളത് അത് പച്ചയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഏത് ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ ഏത് സ്റ്റെപ്പാണെന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ആകുമ്പോൾ ഇവിടെ റൺ സ്റ്റെപ്പ് എന്നുള്ളത് 2 ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിംഗ് ഒക്കെ ഏത് ഓപ്ഷനിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വൺസ് ഈ ഒരു ഹോൾഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റൺ ടൈം എന്നുള്ള സ്ഥലത്ത് നമുക്ക് എത്ര നേരം അത് ഹോൾഡായി എന്നുള്ള കാര്യം കാണാൻ പറ്റും. ഇപ്പോൾ 25-60 ആണ് നമ്മൾ ആദ്യം വെച്ചത്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. ഹോൾഡ് ഇവിടെ പച്ച കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ 120 മിനിറ്റ് ഇവിടെ ഇനി കൗണ്ട് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇതിനകത്ത് ഈ റാമ്പും ഹോൾഡും സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ 120 മിനിറ്റാണ് ഹോൾഡ് ടൈം ഉള്ളത്. അപ്പോൾ ഹോൾഡിലാണ്. അപ്പോൾ 120 മിനിറ്റ് വരെ നമുക്കിത് എത്രത്തോളം, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോൾ എത്രത്തോളം ടൈം ആവുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ ഇൻഡിക്കേഷനിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ കറൻറ്റ് ടെമ്പറേച്ചറും കറൻറ്റ് ഹ്യൂമിഡിറ്റിയും എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റാമ്പ് ആൻഡ് ഹോൾഡ് ഈ ഒരു മെഷീനിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് കസ്റ്റമറിന് ഈ റാമ്പ് ആൻഡ് ഹോൾഡ് ഫംഗ്ഷൻ വേണ്ട, വീണ്ടും പഴയ പോലത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ് മതിയെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക, പ്രൊഫൈൽ സെറ്റിങ്സിൽ പോവുക, 1 2 3 6 5 4 എന്ന് പറയുന്ന സെറ്റിങ്സിലേക്ക് പോവുക. ഈ ഒരു പ്രൊഫൈൽ എന്നുള്ളത് ഓഫാക്കി ഇടുക എന്നുള്ളതാണ്. ഓഫാക്കി കഴിയുമ്പോൾ ആ ഒരു ക്ലോക്ക് ടിക്ക് ചെയ്യുന്നത് നിൽക്കും. അതുപോലെ ഇനി നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു റാമ്പ് ആൻഡ് സോക്ക് നമ്മൾ പ്രൊഫൈൽ ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ ആ വാല്യൂ ഇവിടെ ഫീഡാവാതിരിക്കും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോളർ അല്ലെങ്കിൽ മെഷീനൊന്ന് ഓഫാക്കി ഓണാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെഷീനൊന്ന് ഓഫാക്കി ഓണാക്കുകയാണ്. മെഷീൻ ഇപ്പോൾ ഓഫാക്കി ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പ്രോസസ്സ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടെമ്പറേച്ചർ 1 2 ഇനി ഞാൻ ഈ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാല്യൂ ഫീഡാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്തുള്ള ഈ 2 ഫങ്ഷൻസ്, അതായത് റാമ്പ് ആൻഡ് സോക്കോ അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ഹോമിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീന് നമ്മളൊരു 2 മിനിറ്റ് കംപ്രസർ ഓൺ ഡിലേ കൊടുത്തിട്ടുണ്ട്. അതായത് കംപ്രസറിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇപ്പോൾ മെഷീൻ ഓഫാക്കിയിട്ട് ഓണാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീൻ ആദ്യമായിട്ട് ഓണാക്കുന്ന സമയത്തൊക്കെ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു കംപ്രസർ അല്ലെങ്കിൽ കൂളിംഗ് ഒക്കെ ഓണാവുകയുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ കറണ്ട് ഫെയിലിയർ വന്നതിന് ശേഷം പെട്ടെന്ന് ഓണായി കഴിഞ്ഞാൽ കംപ്രസർ ഓണായി കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിലിപ്പോൾ മെഷീൻ സ്റ്റോപ്പാണ്. അപ്പോൾ സ്റ്റാർട്ടാക്കാനായിട്ട് ഈ ഒരു സ്റ്റാർട്ടിൽ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിലുള്ള വാല്യൂ നമുക്കറിയാം 24.3 ആണ് അകത്തുള്ളത്. അതുപോലെ ഹ്യൂമിഡിറ്റി 57 ആണ്. ഇപ്പോൾ ഹീറ്റർ ഓണാവും, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഓണാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വാല്യൂ ഇനി അപ്പാവും 30 ഡിഗ്രി ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ വേറെ പ്രോഗ്രാമിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ റാമ്പ് ആൻഡ് ഹോൾഡൊന്നും നിലവിലില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.